വിശദമായ റിപ്പോർട്ടുകളിലേക്ക്. മതസൗഹാർദ്ദ റാലിയിൽ പങ്കെടുക്കാനെത്തിയ മുഖ്യമന്ത്രി പിണറായി വിജയൻ മംഗളൂരുവിൽ ആവേശോജ്വലമായ സ്വീകരണം. 2:30 നടക്കുന്ന മതസൗഹാർദ്ദ റാലിയെ പിണറായി അഭിസംബോധന ചെയ്യും. കന്നഡ ദിനപത്രം വാർത്താഭാരതിയുടെ കെട്ടിട സമുച്ചയത്തിന്റെ നിർമ്മാണ ഉദ്ഘാടനം മുഖ്യമന്ത്രി നിർവഹിച്ചു. മാധ്യമങ്ങൾ മതനിരപേക്ഷതയുടെ പക്ഷത്തു നിൽക്കണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. വർഗീയതയോട് സമരസപ്പെട്ടുകൊണ്ട് മതനിരപേക്ഷമെന്ന് പറയുന്നത് അപകടകരമാണെന്നും പിണറായി വിജയൻ പറഞ്ഞു. വർഗീയ ശക്തികളെ എതിർക്കാൻ തയ്യാറാണ്. വർഗീയ ശക്തികളുമായി സമരസപ്പെട്ടുകൊണ്ട് മതനിരപേക്ഷ പക്ഷത്താണ് എന്ന് പറഞ്ഞതുകൊണ്ട് കാര്യമില്ല. നിർഭാഗ്യവശാൽ നമ്മുടെ രാജ്യത്തിലെ ഒട്ടേറെ മാധ്യമങ്ങൾ ഈ പറഞ്ഞ മതനിരപേക്ഷ പക്ഷത്താണെന്ന് പറയുകയും എന്നാൽ പ്രവൃത്തിയിൽ വർഗീയതയുമായി സമരസപ്പെട്ട് മതനിരപേക്ഷതയെ അപകടപ്പെടുത്തുന്ന നിലപാട് സ്വീകരിച്ചു പോവുകയുമാണ്. ഇത് വലിയ തോതിലുള്ള ആപത്തുളവാക്കുന്ന ഒരു കാര്യമാണ്. ഈ നിലയിൽ നിന്ന് മാറേണ്ടതായിട്ടുണ്ട്. ബിജെപിക്കാരുടെ തറവാട് സ്വത്തല്ല ഇന്ത്യയെന്ന് എം.വി. ജയരാജൻ. കേരള മുഖ്യമന്ത്രിയെ മംഗലാപുരത്ത് തടയുമെന്ന പ്രഖ്യാപനം ഭരണഘടന ബിജെപി അംഗീകരിക്കുന്നില്ല എന്നതിന്റെ തെളിവാണ്. കൊലവിളി പ്രസംഗം നടത്തിയ ബിജെപി നേതാവിനെതിരെ കേസെടുക്കണമെന്നും അദ്ദേഹം കൊച്ചിയിൽ ആവശ്യപ്പെട്ടു. കൊച്ചിയിൽ നടി ആക്രമിക്കപ്പെട്ട കേസിലെ പൾസർ സുനിയെയും വിജീഷിനെയും മാർച്ച് 5 വരെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടിരിക്കുന്നു. അതേസമയം പ്രതികളുടെ തിരിച്ചറിയൽ പരേഡ് ഇന്ന് കാക്കനാട് ജയിലിൽ നടക്കും. വിവരങ്ങളുമായി ഉമേഷ ചേരുകയാണ്. ഉമേഷ, പ്രതികളെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടിരിക്കുന്നു. ഇനി നിർണായകമായ നിമിഷങ്ങൾ, ചോദ്യം ചെയ്യലുകൾ, മറ്റു വിവരങ്ങൾ കൂടി. അഞ്ജു, നടിയെ ആക്രമിച്ച സംഭവത്തിലെ മുഖ്യപ്രതികളായ പൾസർ സുനിയെയും വിജീഷിനെയും 10 ദിവസത്തേക്ക് പോലീസ് കസ്റ്റഡിയിൽ വിട്ടുകിട്ടണമെന്നായിരുന്നു പോലീസിന്റെ ആവശ്യം. ആലുവ കോടതിയിൽ ഇന്ന് പ്രതികളെ അതിനുവേണ്ടി ഹാജരാക്കി. തുടർന്ന് കസ്റ്റഡി അപേക്ഷ കോടതി പരിഗണിച്ചു. 10 ദിവസത്തേക്ക് ഇവരെ കസ്റ്റഡിയിൽ വേണം. കാരണം ഈ സംഭവത്തിന് പിന്നിൽ ഒരു ഗൂഢാലോചനയുണ്ട്, അത് കണ്ടെത്തേണ്ടതുണ്ട്. മാത്രമല്ല, വിശദമായി ചോദ്യം ചെയ്യണം. തെളിവെടുപ്പ് ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കണം. നിർണായകമായ ഈ നടിയുടെ ചിത്രങ്ങൾ പകർത്തിയെന്ന് പറയപ്പെടുന്ന ഫോൺ ഇതുവരെ കണ്ടെടുക്കാനായിട്ടില്ല. ആ ഫോൺ കണ്ടെടുക്കണം. അതുകൊണ്ട് തന്നെ ഇവരെ 10 ദിവസത്തേക്ക് കസ്റ്റഡിയിൽ വിട്ടു തരണം എന്നാണ് പ്രോസിക്യൂഷൻ കോടതിയിൽ ആവശ്യപ്പെട്ടത്. എന്നാൽ പ്രതിഭാഗം ഇതിനെ എതിർത്തു. 10 ദിവസത്തേക്ക് നൽകേണ്ടതില്ല, കാരണം ഇതിൽ ഗൂഢാലോചന ഉണ്ട് എന്നതിന് തെളിവൊന്നും കണ്ടെത്താൻ ഇതുവരെ പോലീസിന് കഴിഞ്ഞിട്ടില്ല. മാത്രമല്ല, ഇവരെ ഒരു ദിവസം മുഴുവൻ ചോദ്യം ചെയ്തതാണ്. അതുകൊണ്ട് തന്നെ ഇത് അനുവദിക്കരുത് എന്ന് പ്രതിഭാഗവും വാദിച്ചു. ഈ വിശദമായ വാദം കേട്ട ശേഷമാണ് ഇപ്പോൾ മാർച്ച് 5 വരെ പോലീസ് കസ്റ്റഡിയിൽ പ്രതികളെ വിട്ടുകൊണ്ട് കോടതി ഉത്തരവിട്ടിരിക്കുന്നത്. അതായത് 8 ദിവസത്തേക്കാണ്. 10 ദിവസം ചോദിച്ചപ്പോൾ 8 ദിവസത്തേക്ക് തന്നെ കോടതി ഇവരെ കസ്റ്റഡിയിൽ വിട്ടുകൊണ്ട് ഉത്തരവ് ഇറക്കിയിരിക്കുന്നു. ഇവരെ ഉടൻ തന്നെ ആലുവ പോലീസ് ക്ലബിൽ പോലീസ് എത്തിച്ച ശേഷമായിരിക്കും ഇനി വിശദമായ ചോദ്യം ചെയ്യലുകൾ ഉണ്ടാവുക. അതുകൂടാതെ ഇവരെ തെളിവെടുപ്പ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്കും പോലീസ് കടക്കും. ഇതുകൂടാതെ മറ്റ് പ്രതികൾ, ആദ്യം അറസ്റ്റ് ചെയ്യപ്പെട്ട മറ്റ് 3 പ്രതികളുടെ തിരിച്ചറിയൽ പരേഡ് ഇന്ന് ഉച്ചയ്ക്ക് ശേഷം കാക്കനാട് ജയിലിൽ നടക്കും എന്നും അറിവായിട്ടുണ്ട്. അഞ്ജു, ശരി, ഉമേഷാണ് വിവരങ്ങൾ നൽകിയത്. നടിയെ അഭിനന്ദിച്ച് പൃഥ്വിരാജ് രംഗത്ത്. അസാമാന്യ ധൈര്യമാണ് നടി പ്രകടിപ്പിച്ചതെന്നും സ്ത്രീകളെ അപമാനിക്കുന്ന സിനിമകളിൽ ഇനി അഭിനയിക്കില്ലെന്നും പൃഥ്വിരാജ് ഫേസ്ബുക്കിൽ പറഞ്ഞു. ഇതിനിടെ അഭിനയ രംഗത്തേക്ക് തിരിച്ചെത്തിയ നടി മാധ്യമങ്ങളെ കാണുമെന്ന പ്രചാരണത്തെ തുടർന്ന് തടിച്ചുകൂടിയ മാധ്യമങ്ങളോട് ഇന്ന് അവർ മാധ്യമങ്ങളെ കാണില്ല എന്നറിയിക്കാൻ പൃഥ്വിരാജ് നേരിട്ടെത്തി. അക്രമത്തിനിരയായ ശേഷം നടി ആദ്യമായി അഭിനയിക്കുന്ന ചിത്രത്തിന്റെ ചിത്രീകരണമാണ് ഫോർട്ട് കൊച്ചിയിൽ ആരംഭിച്ചത്. പൃഥ്വിരാജ് നായകനാകുന്ന ചിത്രത്തിലെ പ്രധാന സ്ത്രീവേഷങ്ങളിലൊന്ന് കൈകാര്യം ചെയ്യുന്നത് ഈ നടിയാണ്. ഫോർട്ട് കൊച്ചിയിലെ ലൊക്കേഷനിലെത്തുമ്പോൾ നടി മാധ്യമങ്ങളെ കാണുമെന്ന് ആദ്യം അറിയിച്ചിരുന്നു. എന്നാൽ നിയമ തടസ്സങ്ങളുണ്ടെന്ന് പോലീസ് അറിയിച്ച സാഹചര്യത്തിൽ നടി മാധ്യമങ്ങളെ കാണില്ലെന്ന് നടൻ പൃഥ്വിരാജ് അറിയിക്കുകയായിരുന്നു. ആ കുട്ടിക്ക് ഇന്ന് നിങ്ങളോട് സംസാരിക്കാൻ കഴിയില്ല. അതിന്റെ നിയമപരമായും അല്ലാതെയുമുള്ള തടസ്സങ്ങളുണ്ട്. അതുകൊണ്ട് അങ്ങനൊരു സ്റ്റേറ്റ്മെന്റോ അങ്ങനെ ഒരു ടു ദ ക്യാമറ പീസോ ഇന്ന് നിങ്ങൾ പ്രതീക്ഷിക്കരുത്. ലൊക്കേഷനിൽ നിന്ന് മാധ്യമങ്ങൾ മാറണമെന്നും മാധ്യമങ്ങളോട് പൃഥ്വിരാജ് അഭ്യർത്ഥിച്ചു. എന്റെ ഭാഗത്തുനിന്ന് റിക്വസ്റ്റ് ചെയ്യുന്നത്, ദയവ് ചെയ്ത് ഈ ഒരു മീഡിയ ഒരു ആംബുഷ് ആ കുട്ടി ഇന്ന് ലൊക്കേഷനിൽ വരുമ്പോൾ ഉണ്ടാകരുത്. അത് ചെയ്യാൻ മാത്രമുള്ള നന്മ കേരളത്തിലെ മാധ്യമ സുഹൃത്തുക്കൾക്കുണ്ട് എന്ന വിശ്വാസത്തിലാണ് ഞാൻ ഈ അപേക്ഷ നടത്തുന്നത്. ഇന്ന് ആ കുട്ടി ഇന്ന് ലൊക്കേഷനിൽ എത്തുമ്പോൾ ഇതുപോലെ ഒരു 40 ക്യാമറകൾ ചുറ്റും നിന്ന് ഒരു അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യാതിരുന്നാൽ അതിന് നിങ്ങളോട് ആ കുട്ടിയുടെ സുഹൃത്തും സഹപ്രവർത്തകനും എന്ന നിലയിൽ ഞാൻ എന്നും ഒബ്ലൈജ്ഡ് ആയിരിക്കും. ഇതിനിടെ നടിയെ പ്രകീർത്തിച്ചും പൃഥ്വിരാജ് രംഗത്തെത്തി.
നടി പ്രകടിപ്പിച്ചത് അസാമാന്യ മനക്കരുത്തെന്ന് അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിച്ചു. സ്ത്രീകളെ അവഹേളിക്കുന്ന ചിത്രങ്ങളിൽ താൻ ഇനി അഭിനയിക്കില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. സാലി മുഹമ്മദ്, കൊച്ചി. പഠനച്ചിലവില്ലാത്തതിനാലും വീട്ടിലെ സാമ്പത്തിക ഞെരുക്കവും മൂലം പെൺകുട്ടി ആത്മഹത്യ ചെയ്തു. ഹരിപ്പാട് ആയാമ്പറമ്പ് പുതുമനയിൽ ബൈജുവിന്റെ മകൾ അനശ്വരയാണ് പുഴയിൽ ചാടി മരിച്ചത്. മൃതദേഹം സംസ്കരിക്കാൻ പോലും ഇടമില്ലാത്തതിനാൽ CPIM ചെറുതന ലോക്കൽ കമ്മിറ്റി ഓഫീസ് വളപ്പിൽ അനശ്വരയുടെ മൃതദേഹം സംസ്കരിക്കും. സദാചാര ഗുണ്ടായിസത്തെ തുടർന്ന് അട്ടപ്പാടി സ്വദേശി അനീഷ് ആത്മഹത്യ ചെയ്ത കേസിലെ അഗളി പോലീസ് അന്വേഷണം ആരംഭിച്ചു. വീട്ടുകാരിൽ നിന്ന് ഉടൻ വിശദമായ മൊഴിയെടുക്കും. അനീഷിന്റെ ആത്മഹത്യാക്കുറിപ്പിലുള്ള ധനീഷ്, രമേശ് എന്നിവർക്കെതിരെ അഗളി പോലീസ് ആത്മഹത്യാ പ്രേരണാ കുറ്റമാണ് ചുമത്തിയത്. അഴീക്കൽ ബീച്ചിൽ അനീഷിനെയും കൂട്ടുകാരെയും ആക്രമിച്ച കേസിൽ റിമാൻഡിൽ കഴിയുന്ന ധനീഷിന്റെ പിതാവാണ് രമേശ്. കൊല്ലം ഓച്ചിറ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ പ്രതികൾ റിമാൻഡിൽ കഴിയവേ അനീഷിന്റെ സമൂഹ മാധ്യമങ്ങളിൽ വഴി വീണ്ടും അപമാനിക്കാൻ ശ്രമിച്ചതും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. ജമ്മുകശ്മീരിലുണ്ടായ ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ട മലയാളി സൈനികൻ ശ്രീജിത്തിന് നാടിന്റെ യാത്രാമൊഴി. മൃതദേഹം പാലക്കാട് കോട്ടായിയിലെ വീട്ടുവളപ്പിൽ പൂർണ്ണ സൈനിക ബഹുമതികളോടെ സംസ്കരിച്ചു. ശ്രീജിത്തിന്റെ കുടുംബത്തെ സംസ്ഥാന സർക്കാർ സംരക്ഷിക്കുമെന്ന് മന്ത്രി AC മൊയ്തീൻ പറഞ്ഞു. കോട്ടായിലെ തറവാട്ടു വീട്ടിൽ നിന്നും സ്വപ്നം ബാക്കി വെച്ച പണിതീരാത്ത വീട്ടിൽ അല്പനേരം വെച്ച ശേഷമാണ് മൃതദേഹം പൊതുദർശനത്തിനായി പരുത്തിപ്പുള്ളി ALP സ്കൂളിൽ എത്തിച്ചത്. ധീരജവാനെ ഒരു നോക്ക് കാണാൻ നാടൊന്നാകെ സ്കൂളിലേക്ക് ഒഴുകിയെത്തി. MP രാജേഷ് MP, MLA മാരടക്കമുള്ള ജില്ലയിലെ ജനപ്രതിനിധികൾ, രാഷ്ട്രീയ സാമൂഹ്യ രംഗത്തെ പ്രമുഖർ എന്നിവർ അന്ത്യാഞ്ജലി അർപ്പിച്ചു. സംസ്ഥാന സർക്കാരിനു വേണ്ടി വ്യവസായ മന്ത്രി AC മൊയ്തീൻ അന്തിമോപചാരം അർപ്പിച്ചു. പൊതുദർശനത്തിന് ശേഷം വിലാപയാത്രയായി വീട്ടിലെത്തിച്ച മൃതദേഹം ഔദ്യോഗിക ബഹുമതികളോടെ വീട്ടുവളപ്പിൽ സംസ്കരിച്ചു. പോലീസും സൈനികരും ഗാർഡ് ഓഫ് ഓണർ നൽകി. ന്യൂസ് ബ്യൂറോ, പാലക്കാട്.